ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വീവ്. ഇന്ന് മുതൽ 2-3 ദിവസം ലൈനിങ് ബ്ലൗസ് എങ്ങനെയായിരിക്കും ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. കുറേ പേർക്ക് കുർത്തി കുറച്ചൊക്കെ സിമ്പിളായിരിക്കും, പക്ഷേ ബ്ലൗസാണ് കുറച്ച് കൺഫ്യൂസിങ്. അപ്പോൾ ഞാൻ എന്തായാലും മാക്സിമം വീഡിയോയിൽ കൺഫ്യൂഷൻസ് ഒന്നും വരാതെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടത് ബോഡിയിൽ നിന്നുള്ള ഒരു മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എപ്പോഴും ഏത് ഔട്ട്ഫിറ്റ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുകയാണെങ്കിലും ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് എങ്ങനെയാണ് ഫാബ്രിക്കിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള ആ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 36 ഇഞ്ചസിൻ്റെ ബ്ലൗസ്, 38 ഇഞ്ചസിൻ്റെ ബ്ലൗസ്, 40 ഇഞ്ചസിൻ്റെ ബ്ലൗസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരില്ല. ആകെ ഒരു മെത്തേഡ് പഠിച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുക, അതെങ്ങനെയാണ് ഫാബ്രിക്കിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ എപ്പോഴും ആരുടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബോഡി മെഷർമെൻറ്റാണ്. ഇതേപോലെ ഇത്രയും നിങ്ങൾ എടുത്തു വെക്കണം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ബ്ലൗസ് ലെങ്ത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആദ്യമായിട്ട് അളവൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ചില സംശയങ്ങൾ വരും. ഇത് തന്നെ ആയിരിക്കുമോ കറക്റ്റ് എന്നൊക്കെ നമുക്ക് സംശയം വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ബ്ലൗസ് നിങ്ങൾക്ക് അടുത്തെടുത്ത് വയ്ക്കാം. എന്നിട്ട് നിങ്ങൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നതും ആ ബ്ലൗസും കൂടി ഒന്ന് ഏകദേശം നോക്കുമ്പോൾ നിങ്ങൾക്ക് അളവുകൾ ഒരുപാട് ഡിഫറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തത് കറക്റ്റാണെന്നാണല്ലോ അർത്ഥം. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് അടുത്ത് വെക്കാം. ഓക്കെ, അപ്പം ബ്ലൗസ് ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും നമ്മളുടെ ഷോൾഡർ മുതൽ നിങ്ങൾക്ക് എത്രയാണോ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതെടുക്കുക. അപ്പോൾ യൂഷ്വലി 14 ഇഞ്ചൊക്കെയാണ് വരാറുള്ളത്. 13, 13.5, 14, 14.5, 15 ഇങ്ങനെയൊക്കെയാണ് ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ പറയാനുള്ളതാണ്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ആക്ച്വൽ ഷോൾഡറാണ് എടുക്കേണ്ടത്. ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങളുടെ ബാക്കിൽ നിന്ന് എടുക്കണം. ഒരു ഷോൾഡർ ബോൺ മുതൽ അടുത്ത ഷോൾഡർ ബോൺ വരെയുള്ള മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. അടുത്തത് ആം ഹോളാണ്. ആം ഹോൾ എന്ന് പറയുന്നത് ഇങ്ങനെയും എടുക്കുക. അതേപോലെ അടുത്തത് ആം റൗണ്ടാണ്. ആം റൗണ്ട് ഇതേപോലെ എടുക്കുക. അപ്പോൾ പിക്ചറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ആം ഹോളും റൗണ്ടും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ചെസ്റ്റ് റൗണ്ട്, ബേസ്റ്റ് റൗണ്ട്, അണ്ടർ ബേസ്റ്റ് പോയിൻറ്റ്. ഈ പിക്ചറിൽ കാണിക്കുന്ന അപ്പർ ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആം ഹോൾ മുതൽ അടുത്ത ആം ഹോൾ വരെ ഉള്ളതാണ് ചെസ്റ്റ് റൗണ്ട്. പിന്നെ നമ്മളുടെ ഹയസ്റ്റ് ബേസ്റ്റ് പോയിൻ്റാണ് ബസ്റ്റ് റൗണ്ടായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെയുള്ള അണ്ടർ ബസ്റ്റ് റൗണ്ട് എടുക്കണം എന്നില്ല, പക്ഷേ അണ്ടർ ബസ്റ്റ് പോയിൻറ്റ് നമ്മൾ എടുക്കുക. ഷോൾഡർ മുതൽ അണ്ടർ ബസ്റ്റ് പോയിൻറ്റ് എത്രയാണോ അതാണ് ഇവിടെ എൻ്റെ 12.5 ഇഞ്ചെന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വേസ്റ്റ് റൗണ്ട് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ 14 ഇഞ്ചാണ്. അപ്പോൾ ബോഡിയിൽ 14 ഇഞ്ചിൽ എത്രയാണോ റൗണ്ട് മെഷർമെൻറ്റ് വരുന്നത് അത് നിങ്ങളിവിടെ വേസ്റ്റ് റൗണ്ടായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ 15 ഇഞ്ചിലാണ് ബ്ലൗസ് ലെങ്ത്ത് എങ്കിൽ ആ 15 ഇഞ്ചിൻ്റെ അവിടെ എത്രയാണോ നിങ്ങളുടെ റൗണ്ട് മെഷർമെൻറ്റ് അത് നിങ്ങൾ ടേപ്പ് കൊണ്ട് അളന്നിട്ട് വെച്ചാൽ മതി. ഇനിയുള്ളത് അപ്പെക്സ് പോയിൻറ്റ്. അപ്പെക്സ് പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ ടു നിപ്പിൾ, ഷോൾഡർ മുതൽ നിങ്ങളുടെ ഫുൾ ബേസ്റ്റിൻ്റെ നിപ്പിൾ പോയിൻറ്റ് വരെയുള്ള മെഷർമെൻറ്റാണ് 9.5 എടുത്തിരിക്കുന്നത്. അത് 9 ആവാം, 9.5 ആകാം, 10 ആവാം. ചില നല്ല ഹൈറ്റുള്ള ആളുകൾക്കൊക്കെ 10.5 ആവാം. പിന്നെ അടുത്തത് സ്ലീവ് ലെങ്ത്തും സ്ലീവ് റൗണ്ടും അത് നമ്മൾ യൂഷ്വലി എടുക്കുന്ന പോലെ തന്നെയാണ്, അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ നെക്ക് വിഡ്ത്ത്, നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്ത്തും. നെക്ക് വിഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോമുല പറയാം. നെക്ക് ഡെപ്ത്ത് പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ. ഫ്രണ്ടിൽ യൂഷ്വലി 6, 6.5 അങ്ങനെയൊക്കെയാണ് സാധാരണ ബ്ലൗസിന് എടുക്കാറുള്ളത്. എന്താ പറയുക, ബാക്ക് നെക്ക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇറക്കാം. 7, 8, 9, 10 അങ്ങനെ എത്ര വേണമെങ്കിലും ഇറക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് എങ്ങനെ കാണാൻ നോക്കാം. നെക്ക് വിഡ്ത്ത് കാണാൻ ആക്ച്വലി ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അത്. ചില ആൾക്കാർക്ക് നല്ല വിരിഞ്ഞിട്ടുള്ള നെക്കാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് അത്ര തന്നെ വേണ്ട എന്നുള്ള ആളുകളാണ്. എങ്കിലും നമുക്ക് ഒരാളുടെ ചെസ്റ്റ് റൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്, നെക്ക് വിഡ്ത്തിനുള്ള സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഈസിയാണ്. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 12. അപ്പോൾ ഇവിടെ 36 36/12 3 ഇഞ്ച് നിങ്ങൾക്ക് നെക്ക് വിഡ്ത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഷോൾഡർ കാൽക്കുലേഷൻ നോക്കാം. ഷോൾഡർ കാൽക്കുലേഷനിൽ പല മെത്തേഡ്സും നിങ്ങൾക്ക് കുറേ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരു 2 മെത്തേഡ് കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഷോൾഡർ നമ്മൾ ബാക്ക് നെക്ക് എത്രയാണോ ഇറക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡറിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഇവിടെ ആക്ച്വൽ ഷോൾഡർ 14 അതിൻ്റെ പകുതി ഹാഫ് ഓഫ് ഷോൾഡറാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് 7 ഇഞ്ച്. ഇനി ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷോൾഡർ കാൽക്കുലേഷൻ ചെയ്യുന്നത് കുറച്ച് ബാക്ക് നെക്ക് ഡീപ്പായിട്ടുള്ള ബാക്ക് നെക്ക് ഉള്ള സമയത്തൊക്കെ ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്ക് നെക്ക് ഡെപ്ത്ത് -2 ഇഞ്ച് ചെയ്യുക. ഈ 2 ഇഞ്ച് എന്നുള്ളത് എല്ലാ ആളുകൾക്കും സെയിം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. 2 ഇഞ്ച് ഇതൊരു സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഞാനിവിടെ STD എന്ന് എഴുതി വയ്ക്കുകയാണ്. ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ 0.25 അതും സ്റ്റാൻഡേർഡാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങളുടെ ബാക്ക് നെക്ക് ഡെപ്ത്ത് എത്രയാണോ അത് മൈനസ് ഇത് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഇവിടെ 8 അപ്പോൾ 8 - 2 6 6നെ നമ്മൾ 0.25 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1.5 ഇഞ്ചസാണ് കിട്ടുക. ഈ 1.5 ഇഞ്ചസ് എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മളുടെ ഹാഫ് ഓഫ് ഷോൾഡർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതായത് 7 ഇഞ്ച്, അതുകൊണ്ട് മൈനസ് ചെയ്യണം. 7 - 1.5 ഇഞ്ചസ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 5.5 ഇഞ്ചസാണ്. ആക്ച്വലി 5.5 ഇഞ്ചസ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ നെക്ക് വിഡ്ത്ത് നമ്മൾ എത്രത്തോളം ബ്രോഡ് ആക്കുന്നതോ അതിനനുസരിച്ച് നമ്മൾ ഒരു 0.25 ഇഞ്ചസും കൂടി കുറയ്ക്കുകയാണെങ്കിൽ ഷോൾഡർ ഫോൾ ആവാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ 5.25 ഇഞ്ചസാണ് ഇവിടെ നമുക്ക് വെക്കേണ്ട ഷോൾഡർ. ഇനി എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡുണ്ട് ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഞാൻ യൂഷ്വലി ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ ആക്ച്വൽ ഷോൾഡർ ബൈ 2 അതായത് 14/2 7 ഇഞ്ച് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആക്ച്വൽ ഷോൾഡറിൻ്റെ പകുതി കാണുക. ഈ പകുതിയാണ് ആക്ച്വലി നമ്മളുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺസ് ഒക്കെ കണ്ടിട്ടില്ലേ, ഒരുപാട് വിരിഞ്ഞ് നിൽക്കാത്ത ഇടുങ്ങിയ നെക്കുള്ള കുർത്തീസ്, ഷോർട്ട് കുർത്തീസൊക്കെ ഇടുന്നവർക്ക് അങ്ങനത്തെ മോഡൽ ചെയ്യുമ്പോൾ ഈ 7 തന്നെ വെക്കാം. അതല്ല നിങ്ങളുടെ 15 ആണെങ്കിൽ 7.5 വെക്കാം. ഇനി ബാക്ക് നെക്ക് ഓരോ ഇഞ്ചും ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് നമ്മൾ കുറച്ച് കൊണ്ടുവന്നാൽ മതി. ഇതാ ഈ കാണുന്ന പോലെ 1 ഇഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡർ 7 തന്നെ വെക്കാം. ബാക്ക് നെക്ക് നിങ്ങൾ 2 ഇഞ്ച് ഇറക്കുകയാണെങ്കിൽ ഷോൾഡർ നിങ്ങൾക്ക് 6.25 ഇഞ്ച് വെക്കാം. ബാക്ക് നെക്ക് 4 ഇഞ്ച് ഇറക്കുമ്പോൾ നിങ്ങൾക്ക് 6.25 വെക്കാം. 5 ഇഞ്ച് ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡർ 6 ഇഞ്ച് വയ്ക്കാം. ബാക്ക് നെക്ക് 6 ഇഞ്ച് ഇറക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോൾഡർ 5.25 ഇഞ്ച് വയ്ക്കാം. ബാക്ക് നെക്ക് 7 ഇഞ്ച് ഇറക്കുകയാണെങ്കിൽ 5.5 ഇഞ്ചും 8 ഇഞ്ച് ഇറക്കുകയാണെങ്കിൽ 5.25 ഇഞ്ചും. നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത ആ ഒരു ഫോമുലയുടെ അതേ രീതിയിൽ എത്തിയില്ല ഇവിടെ 5.25 ഇഞ്ചസ്. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ഷോൾഡർ കാൽക്കുലേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നെക്ക് വിഡ്ത്തും അതിൻ്റെ ഫോർമുലയും അതുപോലെ ഈ ഒരു ഷോൾഡർ കാൽക്കുലേഷൻ്റെ 2 മെത്തേഡ് എല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഈ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് റെഡി ആയിട്ട് ഇരുന്നോളൂ. നമ്മളൊരു ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണൊരു അടിപൊളി ബ്ലൗസ് വെട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതുവരേക്കും ബായ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.